ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പൂജ ഓഫറും ഒക്കെ ഉണ്ട്. അപ്പോൾ എപ്പീഷ്യയാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്, 10 രൂപയാണ്. അതിന് ലീഫിന് ഡിഫറൻസ് ഉണ്ട്. ഇതൊരു പിങ്ക് ഫ്ലവറുള്ള എപ്പീഷ്യയാണ്, 40 രൂപയാണ്. മഴക്കാലമാണെങ്കിൽ എപ്പീഷ്യ നന്നായിട്ട് പിടിക്കുന്ന ഒരു സമയമാണ്. ഇതിനൊരു ഓറഞ്ചും പിങ്കും കളറിലെ ഫ്ലവറാണ്. ഈ അലൂമിനിയം പ്ലാന്റിന് 20 രൂപയാണ്. നമ്മൾ കൊറിയർ ചെയ്യുന്ന DTDC അല്ല, സ്പീഡ് പോസ്റ്റ് വഴിയാണ്. അടുത്തതെന്ന് പറയുന്നത് ബ്ലാക്ക് ഐഡ് സൂസനാണ്. ഇതിൻ്റെയും തൈകൾ അവൈലബിൾ ആണ്, 40 രൂപയാണ്. ഈ ഡെക്കോമ പ്ലാന്റിൻ്റെ തൈ അവൈലബിൾ ആണ്, 80 രൂപയാണ്. ഈ മഴക്കാലത്തൊക്കെ ഇത് വെച്ചാൽ നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്, പേര് കറക്റ്റ് അറിഞ്ഞുകൂടാ. ഇതിൻ്റെയും തൈ അവൈലബിൾ ആണ്. ഇതുപോലെ നല്ലതായിട്ട് പിടിക്കുന്ന ഒരു ഫ്ലവറാണ്, യെല്ലോ കളറിലെ. ഇതിൻ്റെ തൈകൾ അവൈലബിൾ ആണ്, 40 രൂപയാണ്. ഇത് 20 രൂപയാണ്. അടുത്തതെന്ന് പറയുന്നത് ടുഡേ ആൻഡ് ടുമോറോ എന്ന് പറയുന്ന പ്ലാന്റാണ്. അതിൻ്റെ തൈ അവൈലബിൾ ആണ്, 100 രൂപയാണ്. നല്ല മണമാണ് ഈ പൂവിന്. മഴയായാലും വെയിലായാലും എല്ലാം എപ്പോഴും പൂവ് പിടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഈ പ്ലാന്റിന് 20 രൂപയാണ്. ഇത് 80 രൂപയാണ്. ഒരു ഡിഫൻ ബക്കയുടെ വെറൈറ്റി തന്നെയാണ്, ഹാഫ് സൈഡേ ആ ഡിസൈനുള്ളൂ. ഈ പെന്നിവേട്ടാണ്, 20 രൂപയാണ്. അടുത്തതെന്ന് പറയുന്ന ഒരു നാരോ ലീഫുള്ള ഒരു സിങ്കോണിയാണ്, 20 രൂപയാണ്. ഇത്രയേ ഉള്ളൂ ലീഫ്. ബുഷായിട്ട് ഇരിക്കുന്ന കണ്ടാൽ നല്ല ഭംഗിയാണ്. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്, 80 രൂപയാണ്. ലീഫൊക്കെ നല്ല രസമാണ് കാണാൻ. അടുത്തതെന്ന് പറയുന്നത് വൈറ്റ് സിങ്കോണിയാണ്, 20 രൂപയാണ്. ഇത് പിങ്ക് സ്പ്ലാഷ് ആണ്, 30 രൂപയാണ്. പൂജ ഹോളിഡേയ്സ് ആയതുകൊണ്ട് ഇപ്പോഴേ റേറ്റ് കുറച്ചാണ്. നിയോൺ പോത്തോസ് ആണ്, 10 രൂപയാണ്. അടുത്തതെന്ന് പറയുന്നത് പിങ്ക് ഷെയ്ഡുള്ള സിങ്കോണിയാണ്, 20 രൂപയാണ്. അടുത്തത് ഷീസ്മോഗ്ലോട്ടീസാണ്, 60 രൂപയാണ്. ഇതൊക്കെ ഈ മഴക്കാലത്തൊക്കെ നന്നായിട്ട് പിടിക്കുന്ന പ്ലാന്റ്സ് ആണ്. ഇതെന്ന് പറയുന്ന ഒരു അലോക്കേഷ്യ വെറൈറ്റിയാണ്, 40 രൂപയാണ്. ഇത് 40 രൂപയാണ്. ഇതിൻ്റെ പേര് കറക്റ്റ് അറിയത്തില്ല, ഒരു അലോക്കേഷ്യ വെറൈറ്റിയാണ്. അടുത്തതെന്ന് പറയുന്നത് മാർബിൾ പോത്തോസാണ്, 30 രൂപയാണ്. ഇത് ലെമൺ വൈനാണ്, 50 രൂപയാണ്. എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്നൊരു പ്ലാന്റാണ്. ഈ ഒരു നാടൻ അടീനിയമാണ്, 80 രൂപയാണ്. മുട്ടോട് കൂടിയതാണ്, ഇച്ചിരി വലിയ പ്ലാന്റാണ്, അതുകൊണ്ടാണ് 80 രൂപയാണ് ഇതിന്. ഇതെന്ന് പറയുന്നത് പിച്ചിയാണ്. പിച്ചി ഈ മഴക്കാലത്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പിടിച്ച് കിട്ടും. ഒരു എപ്പോഴും വെള്ളം വീഴുന്ന ഒരു സ്ഥലത്ത് വെച്ചാൽ മതി. ഇത് വെരിഗേറ്റഡ് അലോക്കേഷ്യയാണ്, 60 രൂപയാണ് ഈ തൈക്ക്. ഇതിങ്ങനെ ലീഫൊക്കെ സ്പ്രെഡ് ചെയ്ത് നല്ല ഡിസൈനായിട്ട് നിൽക്കും. ഈ കലാത്തിയയ്ക്ക് 30 രൂപയാണ്. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി, വിളിക്കേണ്ട ആവശ്യമില്ല. ഇത് മണിമുല്ലയുടെ തൈയാണ്, 60 രൂപയാണ്. ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട്, നവംബർ ഡിസംബർ ആകുമ്പോഴത്തേക്ക് പൂക്കുന്ന ഒരു പ്ലാന്റാണ് മണിമുല്ല. ഇത് പീക്കോക്ക് ഫേണാണ്, 40 രൂപയാണ്. ഇത് അരേലിയാണ്, 20 രൂപയാണ്. ഗ്രീൻ അരേലിയ ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ നല്ലതാണ്. ഈ കലാത്തിയയ്ക്ക് 60 രൂപയാണ്. അടുത്തതെന്ന് പറയുന്നത് ഒരു കൊളക്കേഷ്യ വെറൈറ്റിയാണ്, 40 രൂപയാണ്. ബ്ലാക്ക് ലീവ്സ്. അടുത്ത വൈറ്റ് ഷെയ്ഡോട് കൂടിയ റെഡ് ഡോട്ട്സ് ഉണ്ട്, 70 രൂപയാണ് ആ കലേഡിയത്തിന്. ഇതിന് 20 രൂപയാണ്. ഈ കലേഡിയത്തിന് 50 രൂപയാണ്. ഇത് വെയിൽ കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ആ ലീഫിന് ഇച്ചിരി കൂടെ നിറം വരും. ഇതാണ് അതിൻ്റെ വെയിൽ എത്തുന്ന ഒരു പ്ലാന്റാണത്. ഈ കലേഡിയത്തിന് 60 രൂപയാണ്. അടുത്തതെന്ന് പറയുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റാണ്, റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റാണ്, 50 രൂപയാണ്. ഹാങ്ങിങ് പോട്ടിലൊക്കെ ഇങ്ങനെ തന്നെ ജിഫിയിലിരിക്കുന്ന പ്ലാന്റ് അങ്ങനെ തന്നെ മണ്ണിലിറക്കി ഹാങ്ങിങ് പോട്ടിൽ വെച്ചാൽ മതി. പെട്ടെന്ന് പൂ പിടിക്കുന്ന ഒരു പ്ലാന്റാണ്. പിങ്ക് ലിപ്സ്റ്റിക്കും ഉണ്ട്, റെഡ് ലിപ്സ്റ്റിക്കും ഉണ്ട്. ഇത് പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റാണ്, അത് 50 രൂപയാണ്. അടുത്തതെന്ന് പറയുന്നത് ഈ പ്ലാന്റിൻ്റെ പേരറിഞ്ഞൂടെ, ഇലയ്ക്ക് നല്ല പച്ചയാണ്, 60 രൂപയാണ് ഇതിന്. ഇത് നല്ല വെയിൽ കിട്ടുന്നിടത്ത് വെച്ചാൽ മതി. ഇതിന് 50 രൂപയാണ് ഗ്രൗണ്ട് ഓർക്കിഡിന്.
ഇതിൻ്റെ തൈകളായില്ല, ഞാൻ ആ പൂക്കൾ കാണിച്ചെന്നേ ഉള്ളൂ. ഈ വൈറ്റിനും 50 രൂപയാണ്. അടുത്തതെന്ന് പറയുന്നതിന് 130 രൂപയാണ്. എപ്പോഴും പൂവുണ്ടാകുന്ന 2 വെറൈറ്റിയാണ് സെയിലിന് കൊണ്ടുവന്നിരിക്കുന്നത്. 130 രൂപയാണ്. അടുത്തതെന്ന് പറയുന്നത് ഒരു ബിഗോണിയ വെറൈറ്റിയാണ്. 40 രൂപയാണ്. ഇതിൻ്റെ തൈകൾ അവൈലബിളാണ്. ബിഗോണിയ എന്ന് പറയുന്നത് എപ്പോഴും ഓവർ വാട്ടറിങ്ങിൻ്റെ ആവശ്യമില്ല. സ്വല്പം ശ്രദ്ധിച്ച് വെള്ളം ഒഴിച്ചാൽ മതി, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിന് 50 രൂപയാണ്. ഇതിൻ്റെ തൈയും അവൈലബിളാണ്. ഈ കലാത്തിയയും അവൈലബിളാണ്. 100 രൂപയാണ്. മുമ്പേ ഒരു അലോക്കേഷൻ കാണിച്ചില്ല, അതിനകത്തെ പ്ലാന്റ് സൈസാണ് ഇതൊക്കെ. അടുത്തെന്ന് പറയുന്ന ആമ്പലാണ്. ഫ്ലവറോട് കൂടിയ ആമ്പലിന് 100 രൂപയാണ്. ഫ്ലവർ ഇല്ലാത്തതാണെങ്കിൽ 80 രൂപയാണ്. ഫ്ലവർ വേണ്ടവരും കാണുമല്ലോ, പറഞ്ഞാൽ മതി. അപ്പോൾ ഈ സിങ്കോണിയത്തിൻ്റെ ലീഫിൻ്റെ വെരിയേഷൻ ഒരു പ്രത്യേകതയുള്ളതാണ്. 30 രൂപയാണ് ഇതിന്. അടുത്തതെന്ന് പറയുന്നത് ഈ പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ ബുഷായിട്ടൊക്കെ പോട്ടിൽ വെക്കാമെന്നാണ്, പറഞ്ഞാൽ മതി, ഫ്രീ ആയിട്ട് തരുന്നതാണ്. ഇതും 50 രൂപയാണ്. ഇത് 40 രൂപയാണ് ഈ ബിഗോണിയയ്ക്കൊക്കെ. ഈ ഫേൺസ് അവൈലബിളാണ്. 30 രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക്. അടുത്തതെന്ന് പറയുന്നത് റാബിറ്റ് ഫുഡ് ഫേണാണ്. ഇപ്പം സ്വല്പം വെയിൽ കൊണ്ടുകൊണ്ട് ലീഫൊക്കെ ഇച്ചിരി കറുപ്പ് വീണിരിക്കുന്നത്. 40 രൂപയാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ട്രയോസ്റ്റാറാണ്. 70 രൂപയാണ്. ഇതിൻ്റെ തൈകളും അവൈലബിളാണ്. ഈ സിങ്കോണിയ അവൈലബിളാണ്. 20 രൂപയാണ്. ഇത് മിൽക്കി ബാമ്പുവിൻ്റെ തൈയാണ്. 20 രൂപയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ പ്ലാന്റും അവൈലബിളാണ്.